ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ ഡെസ്ക് ഡെക്കോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിൾ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറാണ്. ഞാൻ കുറേ പിൻട്രസ്റ്റിലൊക്കെ നോക്കി, താഴത്തെ ഭാഗം നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ആയി വരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ടേബിളിൻ്റെ മേലെ വെച്ചിട്ടുള്ളത് ഒരു ഡയറിയും പിന്നെ ഒരു ട്രിങ്കറ്റ് ഡിഷും എന്താ പറയുക ഒരു ബോക്സും പിന്നെ നമ്മളുടെ ഓഹോഹോ മാർക്കറാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത്. ബട്ട് എനിക്ക് കിട്ടിയത് വേറെ ഏതോ കമ്പനിയുടെയാണ്. അതേപോലെ തന്നെ ഇതാ ഈ ഒരു സംഭവം, ഇത് ഞാൻ ഉദ്ദേശിച്ചത് റെഡ് ഹാർട്ട് വരക്കാമെന്നാണ്. പിന്നെ അപ്പുറത്തെ ഒന്നും സെറ്റായിക്കില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഒരു പിങ്ക് തീം കൊണ്ടുവരാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ സീരീസ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ എന്തായാലും വാൾ പോസ്റ്റേഴ്സാണ്. ഞാൻ ഈ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ വിചാരിച്ചത് ഈ ഡെക്കേഴ്സ്, അതായത് ഈ സീരീസ് മുഴുവൻ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഡെക്കറും ഭയങ്കര സിമ്പിൾ വേയിലാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയണ്ടേ, അത് നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ തീം പറയുന്നത് എന്താ പറയുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിങ്ക് തീമിലാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് എൻ്റെ ഈ ഒരു മാർക്കറാണ്. ഇതിന് ഒറ്റ പീസിൻ്റെ 30 റുപ്പീസാണ് കേട്ടോ വരുന്നത്. ഞാൻ 9 എന്ന് പറഞ്ഞ ഈ ഒരു പെയിൽ പിങ്ക് കളറാട്ടോ എടുത്തത്. എന്തായാലും നമുക്ക് കുറച്ചെന്തായാലും വരയ്ക്കാം. ഞാൻ കുറേ പിക്ചേഴ്സ് കണ്ടോ പിൻട്രസ്റ്റിൽ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അതുപോലെ ഒന്നും ആവില്ല. എന്തായാലും നമ്മൾ വരച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, കുറച്ച് ഞാൻ വരച്ചിക്കില്ല, രണ്ട് ബോക്സ് ഞാൻ വരച്ചിക്കില്ല, കാരണം എനിക്കൊരു നല്ല ഒരു പിക്ചർ കിട്ടിയില്ല. എന്തായാലും ബാക്കിയൊക്കെ ഞാൻ പിങ്ക് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ A4 ഷീറ്റ് കൊണ്ട് ഭയങ്കര യൂസായിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഈ സീരീസിൽ കൂടുതലും നിങ്ങൾ കാണുക പിങ്ക് കളറിലെ ഡെക്കോസാണ്. എന്തായാലും എനിക്ക് വീഡിയോയുടെ നല്ല മടിയാണ്. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യണം പിന്നെ ഇടണം. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക വീഡിയോസ് അങ്ങനെ ഇടാത്തത്. ഷോർട്സാണ് ഞാൻ എന്നാലും ഇടുന്നത്. എന്തായാലും വീഡിയോയോട് നിങ്ങൾ സപ്പോർട്ടാക്കിയാൽ നമ്മൾക്ക് ഇനിയും വീഡിയോസ് മുമ്പോട്ട് കൊണ്ടുവന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഒട്ടിക്കാം. അപ്പോൾ ഞാൻ വാളിൽ എന്താ പറയണ്ടത് ഒട്ടിക്കുമ്പോൾ ഡയറക്റ്റ് ഗ്ലൂവോ അല്ലെങ്കിൽ ടേപ്പോ അല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നത് ഡബിൾ സൈഡ് ടേപ്പായിരിക്കും നല്ല. സെലോ ടേപ്പ് മടക്കിയിട്ടുള്ള ഒരു പ്രത്യേകത ഈ ഒരു ഇതിലാണ് നമുക്ക് അറിയാൻ തോന്നുന്നു. അതുപോലെയാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്തായാലും നിങ്ങൾ കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ സെലോ ടേപ്പ് മുറിക്കുമ്പോൾ എൻ്റെ കൈ ജസ്റ്റായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക. എന്തായാലും ഇത്രയും ഞാൻ ഒട്ടിക്കുന്നുള്ളൂ. കുറേ വേണം എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കണ്ടോ, ഈ മേളിൽ ചെയ്ത ഫ്രെയിമും ഞാൻ തന്നെ കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാൾ പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.